സോ ഗായ്സ്, മല്ലു ട്രേഡർ ഫ്രീ ലേണിംഗ് സീരീസിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അതിലെ സീരീസിലെ ഫസ്റ്റ് വീഡിയോ ആണത്. ഇതൊരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ്. ഓക്കെ, അപ്പോൾ ഈ ഫ്രീ ലേണിംഗ് സീരീസ് എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്നാവും നിങ്ങൾ ചോദിക്കുന്നുണ്ടാവുക അല്ലേ. അപ്പോൾ ഇവിടെ മെയിനായിട്ട് നമ്മൾ പറയാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ട്രേഡിംഗ് ഇൻഡസ്ട്രിയിലോട്ട് ഒരാൾ പുതിയതായിട്ട് വരുന്ന ഒരാൾക്ക് ഫ്രീ റിസോഴ്സസ് കിട്ടുന്ന ഒരു ചാനൽ, ഫ്രീ റിസോഴ്സസ് കിട്ടുന്ന ഒരു പേജ്. ഓക്കെ, അതാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് എക്സാക്ട്ലി ഒരു പ്ലേലിസ്റ്റ് ആയിട്ട് തന്നെ ആവും പോകുന്നുണ്ടാവുക. സോ നിങ്ങൾ ഇതിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് ആക്ച്വലി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ ഓരോ വീഡിയോസും അപ്പോൾ തന്നെ കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ഒരു ബെല്ലൈക്കൺ എല്ലാവരും പറയുന്ന പോലെ ഒരു രീതി തന്നെയാണ് പറയാനുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് ഫ്രീ ആയതുകൊണ്ട് തന്നെ വേറെ കാശ് പരിപാടി കാര്യങ്ങളൊന്നും സ്പെൻഡ് ചെയ്യേണ്ടതില്ല. സോ നിങ്ങൾക്ക് ഇതിൽ വരുന്ന കണ്ടൻറ്റ്സ് എല്ലാം ഫ്രീ ആയിട്ട് പഠിക്കാം. ഓക്കെ, അപ്പോൾ മലയാളത്തിലായിരിക്കും ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ആവശ്യം ആണ് എന്ന് തോന്നുന്ന എല്ലാ കണ്ടൻറ്റുകളും ഇതിൽ ഇൻക്ലൂഡ് ആക്കുന്നതാണ്. ഓക്കെ, ഒരു ബേസിക് കാര്യം മുതൽ അത്യാവശ്യം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വരെ ഇതിലുണ്ടാവും. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള സെക്ഷനിലോട്ട് വരാം. എന്താണ് ഫ്രീ ലേണിംഗ് സീരീസ്? സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ ട്രേഡിങ്ങിലോട്ട് പുതിയതായിട്ട് വരുന്ന ആളുകൾക്ക് ട്രേഡിങ് എന്താണ് മുതൽ അതിലൊരു അഡ്വാൻസ്ഡ് എൻട്രീസ് വരെ ഉള്ള കാര്യങ്ങളെല്ലാം ഇതിൽ ഇൻക്ലൂഡ് ആക്കും. അതിനോട് സപ്പോർട്ടീവായി നിൽക്കുന്ന കാര്യങ്ങളും അതുപോലെ തന്നെ അതിൽ നമ്മൾ നിർബന്ധമായിട്ട് ഫോളോ ചെയ്യേണ്ട കാര്യങ്ങളും അതെല്ലാം ഈ ഒരു സീരീസ് ത്രൂ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ പേജ് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, അതിൽ നമ്മൾ മെയിനായിട്ട് ഇൻക്ലൂഡ് ആക്കുന്ന കോർ സിലബസ് എന്ന് പറയുന്നത് ആക്ച്വലി ഇപ്പോൾ ഇത്രയും വീഡിയോസ് മാത്രമല്ല ഇതിൽ വരിക. ഇതിലെ ഓരോ ഹെഡിനും 100 ഒരുപാട് വീഡിയോസ് വരും. അത് നിങ്ങൾക്ക് ഒരു 1000 ആവാം, 10,000 ആവാം, എത്ര വീഡിയോസ് ഇതിൽ വരാം. ഓക്കെ, അപ്പോൾ ഇത്രയും ടോപ്പിക്സ് വരും എന്നുള്ളതല്ല, ഇതിൽ നിങ്ങൾക്ക് മാക്സിമം ഈ ഒരു ചാനലിനെ യൂസ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. സോ എല്ലാവരും, നിങ്ങൾ ഒരു ട്രേഡർ അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്ന ഒരു ട്രേഡർ അല്ലെങ്കിൽ നിങ്ങളുടെ ട്രേഡർ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. കാര്യം ഇത്രയും എഫേർട്ട് ഇട്ട് ഇത്രയും ഒരു അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ ഇത് ആളുകളിലേക്ക് എത്തണം, ഇത് ആളുകൾക്ക് യൂസ്ഫുൾ ആവണം എന്നുള്ള രീതിയിലാണ് ഈ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഡെയിലി വീഡിയോസ് ഉണ്ടാവുമോ എന്നുള്ളത് പറയാൻ പറ്റില്ല, ബട്ട് വരുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് 100% യൂസ്ഫുൾ ആവുന്ന വീഡിയോസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൽ എന്തൊക്കെ കണ്ടന്റ് ആണ് വരുന്നത് എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. എന്തായാലും ഒരു ബേസിക് ഓഫ് മാർക്കറ്റ്, അതായത് ഏത് ടൈപ്പ് ഓഫ് മാർക്കറ്റ് ആണോ നിങ്ങൾ ട്രേഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് അതിൻ്റെ കുറച്ച് ബേസിക് കാര്യങ്ങൾ ഇൻക്ലൂഡ് ആക്കാം. ഇതേ ഓർഡറിലല്ല വരുന്നത്, ആക്ച്വലി ഇത്രയും കണ്ടന്റ് ഇതിലുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ മാർക്കറ്റിനെ കുറിച്ച് ഒരു ബേസിക്സ് കാര്യങ്ങൾ, തിയറി കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാം. അതുപോലെ തന്നെ കാൻഡിൽസ് റീഡിങ്സ്, അതായത് നമുക്കറിയാമല്ലേ എല്ലാ കാൻഡിൽസിനും ഒരു സ്വഭാവമുണ്ട്. ആ കാൻഡിൽസിൻ്റെ റീഡിങ്സ് മനസ്സിലാക്കുന്ന ഒരാൾക്ക് ആ കാൻഡിൽസ് വെച്ച് ട്രേഡ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് യൂസ്ഫുൾ ആവും. കാൻഡിൽ സ്റ്റിക്ക് മാത്രം പഠിച്ചുകൊണ്ട് ട്രേഡ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല. ഓക്കെ, ഒരു സിംഗിൾ ക്യാൻഡിലിനോണ്ട് ട്രേഡ് ചെയ്യുന്ന ആളുകൾ ഈ മാർക്കറ്റിൽ ഓൾറെഡി ഉണ്ട് എങ്കിൽ പോലും ഞാൻ പറയുന്നത് കാൻഡിൽ സ്റ്റിക്ക് മാത്രം പഠിച്ചുകൊണ്ട് ഒരു കാര്യമില്ല. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആധികാരികമായിട്ടുള്ള എല്ലാ സൈഡും ഇതിലുണ്ടായിരിക്കും. പിന്നെ മാർക്കറ്റ് ബേസിക്സ് എന്ന് പറയുന്നത് അപ് ട്രെൻഡ്, ഡൗൺ ട്രെൻഡ്, സൈഡ് വേസ്, ഇത്തരം കാര്യങ്ങൾ ഒരു ബേസിക് പറഞ്ഞു പോവുക എന്നുള്ളതിലല്ലാതെ മാർക്കറ്റ് സ്ട്രക്ചർ എന്താ എന്നുള്ളത് ഇതിലുണ്ടായിരിക്കും അല്ലേ. മാർക്കറ്റ് സ്ട്രക്ചർ പഠിച്ച ഒരാൾക്കാണ് മാർക്കറ്റിൽ എങ്ങനെയാണ് നടക്കുന്നത്, ആ മാർക്കറ്റിൻ്റെ ചാർട്ട് റീഡ് ചെയ്തിട്ടാണ് നിങ്ങളൊരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ നിങ്ങളൊരു എൻട്രി മോഡൽ പഠിച്ചിട്ട് അത് എക്സിക്യൂട്ട് ചെയ്യുന്നത്. സോ മാർക്കറ്റിൻ്റെ എവറി പോർഷൻ ഏരിയാസും ഇതിൽ ഇൻക്ലൂഡ് ആയിരിക്കും. അതുപോലെ തന്നെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ICT SMC കോൺസെപ്റ്റ്സുകൾ. ഓക്കെ, പലർക്കും ICTയിൽ വലിയ വിശ്വാസം ഇല്ല, SMCയിൽ വലിയ വിശ്വാസം ഇല്ല, പ്രൈസ് ആക്ഷൻ ആണ് ഏറ്റവും ബെറ്റർ എന്നൊക്കെ പറയുകയാണെങ്കിൽ പോലും ഇൻഡയറക്റ്റ്ലി അവർ ICT SMCയുടെ പല കോർ എലമെൻറ്റ്സും യൂസ് ചെയ്യുന്നുണ്ട്. സോ അത് മാർക്കറ്റിനെ കുറിച്ച് അറിഞ്ഞിരിക്കുന്ന ഒരാൾക്കേ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇപ്പോൾ ലിക്വിഡിറ്റി എന്താണെന്നുള്ളത് ഇതിലുണ്ടാവും. അതുപോലെ തന്നെ FEG ഓർഡർ ബ്ലോക്ക്, അത്തരം കാര്യങ്ങൾ. അതുപോലെ ഇപ്പോൾ ഓർഡർ ബ്ലോക്കിൽ തന്നെ വാലിഡ് ഓർഡർ ബ്ലോക്ക് ഏതാ, അല്ലെങ്കിൽ മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് ഏതാ, CIST ഏതാ. സോ അങ്ങനെ കുറേ എലമെൻറ്റ്സ് നിങ്ങൾ അവിടുന്ന് ഇവിടുന്നൊക്കെ കേട്ട് വരുന്ന ആളുകളുണ്ടാവും. സോ അത്തരം എല്ലാ ഓപ്ഷൻസും ഇവിടെ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ICT SMC കോൺസെപ്റ്റ് ഉണ്ടാവാം. അതുപോലെ തന്നെ ഒബ്വിയസ്ലി നിങ്ങൾക്ക് എല്ലാവർക്കും ആവശ്യമുള്ളൊരു കാര്യമാണ് അല്ലേ ഒരു എൻട്രി മോഡൽ എന്നുള്ളത്. സോ ഈ എൻട്രി മോഡൽ ചുമ്മാ അങ്ങ് പറഞ്ഞു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുകൊണ്ട് ഒരു കാര്യം ഉണ്ടാവില്ല. സോ ആ എൻട്രി മോഡലിലോട്ട് എത്തുന്ന കീ എലമെൻറ്റ്സ് ഉണ്ടാവും. കൺഫർമേഷൻസ് ആവാം, അല്ലെങ്കിൽ വാലിഡേഷന് വേണ്ടിയിട്ട് എങ്ങനെ നോക്കുക, അത്തരം കാര്യങ്ങളെല്ലാം ഇതിൽ ഇൻക്ലൂഡ് ആയിരിക്കും. അതുപോലെ തന്നെ മാർക്കറ്റ് പ്രൊഫൈൽസ് പലർക്കും അറിയാത്തൊരു കാര്യമാണ്. സോ ഈ മാർക്കറ്റ് പ്രൊഫൈൽസിന് ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ആ ഒരു ടോപ്പിക് എത്തുമ്പോൾ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളിൽ ഓർഡറിലായിരിക്കും വരിക, അല്ലെങ്കിൽ
ഓർഡർ ഇല്ലാതെ ഒരു 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 എന്താ പറയുക മനസ്സിലാവാത്ത രീതിയിലായിരിക്കില്ല ഇതിൽ വരിക. ഞാൻ പൊതുവേ ചെയ്യുന്നത് ഒരു ഓർഡറിൽ തന്നെ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. സോ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പഠിച്ചു പോകാൻ പറ്റുന്ന ഒരു രീതിക്കായിരിക്കും ഈ കോഴ്സ് ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. സോ എല്ലാവരും ഈ പേജ് ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്കും കൂടെ ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ. പിന്നെ റിസ്ക് മാനേജ്മെൻറ്റ് ട്രേഡിങ്ങിൽ ഒരിക്കലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് റിസ്ക് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ. ഓക്കെ. അതായത് ഇപ്പോൾ നമുക്ക് ഏതൊരു ട്രേഡറാണ് അത്യാവശ്യം നല്ല രീതിക്ക് എൻട്രി എടുക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോലും അവർ ഈ റിസ്ക് മാനേജ്മെൻറ്റ് പഠിക്കാതെ ഇതിലോട്ട് വന്നിട്ടും കാര്യമില്ല. ഓക്കെ. അപ്പോൾ റിസ്ക് മാനേജ്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻസ് ചെറുതല്ല. ഓക്കെ. അപ്പോൾ അതിൻ്റെ എല്ലാ ടിപ്സും കാര്യങ്ങളും പൊസിഷൻ സൈസ് കാൽക്കുലേഷൻ അത് ഇത് എല്ലാ കാര്യങ്ങളും ഇതിൽ ഇൻക്ലൂഡ് ആയിരിക്കും. പിന്നെ ഞാൻ എടുക്കുന്ന ട്രേഡ്സ് ബ്രേക്ക് ഡൗൺസ് ഉണ്ടായിരിക്കും. ഓക്കെ. ഇത് ഇൻ ബിറ്റ്വീൻ ആയിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് വരുന്നതായിരിക്കും ട്രേഡ് ബ്രേക്ക് ഡൗൺസ് എന്ന് പറയുന്നത്. അത് സെപ്പറേറ്റ് ഒരു അണ്ടറിൽ ഒരു ഹെഡിലായിരിക്കും സെപ്പറേറ്റ് വരിക. നിങ്ങൾ ജസ്റ്റ് കണ്ടുകൊണ്ട് പോവാം. അതല്ലാന്നുണ്ടെങ്കിൽ ആ വീഡിയോ സ്കിപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ പഠിക്കുന്ന കാര്യങ്ങൾ മാത്രം പോവാം. ഓക്കെ. ട്രേഡ് ബ്രേക്ക് ഡൗൺസ് നിങ്ങൾ പഠിക്കണം എന്ന് പറയാൻ കാര്യം നമ്മൾ ഓരോരുത്തരുടെ എക്സ്പീരിയൻസ് വ്യത്യാസം ഉണ്ടാവും. ഓരോരുത്തരുടെ മാർക്കറ്റും കാണുന്ന വ്യൂ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അവരെടുക്കുന്ന വ്യൂ ആണ് അവരുടെ ട്രേഡ് ബ്രേക്ക് ഡൗൺസ് എന്ന് പറഞ്ഞത്. സോ അവർക്ക് ആ ഒരു വീഡിയോസിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ എടുക്കാണ്ടാവും. ഓക്കെ. ഇൻ്റർണലി ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ടാവും. സോ അതെല്ലാം ഇതിൽ നിന്ന് പഠിക്കാൻ പറ്റും. ഓക്കെ. അപ്പോൾ ട്രേഡിങ്ങിൽ ഒരു എന്തേലും ഒരു പൊസിഷനിൽ എത്തണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വളരെ ഫ്രീ ആയിട്ട് പഠിക്കാനും ഒരുപാട് ഇൻഫർമേഷൻസ് യൂട്യൂബിൽ നിലവിൽ മലയാളത്തിൽ അവൈലബിൾ ആവാത്ത ഒരുപാട് ഇൻഫർമേഷൻസ് പഠിക്കാൻ പറ്റുന്ന ഒരു വൺ സ്റ്റോപ്പ് സൊല്യൂഷൻ ആയിരിക്കും മല്ലു ട്രേഡറിൻ്റെ ഈ ഫ്രീ ലേണിംഗ് സീരീസ് എന്ന് പറഞ്ഞത്. ഓക്കെ. നമ്മുടെ പെയ്ഡ് ആയിട്ടുള്ള കോഴ്സസ് നമ്മൾക്ക് അവൈലബിൾ ആണ്. അതിൽ ഒരു മെൻ്റർ സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. സോ ഇതിൽ ആ മെൻ്റർ സപ്പോർട്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഇല്ല എന്നുള്ളൊരു സംഭവം ഉണ്ടാവുള്ളൂ. സോ അതർവൈസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകാൻ പറ്റുന്ന പല കണ്ടൻസും ഇതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ അപ്പോൾ ബൈ.